കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. നമസ്കാരം. ഇന്ന് 2024 ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പാരീസ് ഒളിമ്പിക്സിൽ വിൻഫ്രഡ് യാവി നേടിയ വിജയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് ബഹ്റൈൻ ഭരണാധികാരികൾ. ബഹ്റൈനിലെ കായിക വിജയങ്ങളും നേട്ടങ്ങളും ഹമദ് രാജാവിൻ്റെ പിന്തുണയുടെ ഫലമാണെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വ്യക്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഫൈനലിൽ ബഹ്റൈനിൻ്റെ സൽവ ഈദ് നാസർ ഇടം നേടിയിട്ടുണ്ട്. സെമി ഫൈനലിൽ സൽവ 49.08 സെക്കൻഡിൽ ഓടിയെത്തി ഒന്നാമതായി. അടുത്ത മെഡൽ സൽവയിലൂടെ സ്വന്തമാക്കാമെന്നാണ് ബഹ്റൈൻ്റെ പ്രതീക്ഷ. മനുഷ്യക്കടത്ത് തടയുന്നതിന് ശക്തമായ നടപടിയെടുക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളും തൊഴിൽ വിപണിയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ LMRA ചീഫ് എക്സിക്യൂട്ടീവ് നിബ്രാസ് താലിബാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഹ്റൈനിലെ മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള സംവിധാനമാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. LMRA ആസ്ഥാനത്ത് നടന്ന പരിശീലന സെഷനിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനിൽ നിന്നുമുള്ള അംഗീകൃത പരിശീലകരടക്കം പങ്കെടുത്തു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 3 വരെയുള്ള കാലയളവിൽ 100 പേർ പിടിയിലായതായി LMRA അധികൃതർ അറിയിച്ചു. ഇതേ കാലയളവിൽ 350 പേരെ നാടുകടത്തിയിട്ടുണ്ട്. 1411 പരിശോധനകളാണ് ഈ കാലയളവിൽ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. പാരമ്പര്യത്തിന്റെ വിശ്വാസം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ OACC ഭവനരഹിതരായ 2 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പദ്ധതി സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കാൻ സൽമാനുൽ ഫാരിസ് കൺവീനറായി 9 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. മനു മാത്യു, ലത്തീഫ് ആയിഞ്ചേരി, സയ്യിദ് MS, ഷമീം KC, പ്രദീപ് മേപ്പയൂർ, ജവാദ് വക്കം, ജോയ് ചുനക്കര, മിനി റോയ്, സുരേഷ് പൂണ്ടൂർ, ബൈജു ചെന്നിത്തല എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. OACC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OACC ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, OACC നേതാക്കളായ ഗിരീഷ് കാളിയത്ത്, നസീം തൊടിയൂർ, സന്തോഷ് K നായർ, ഷാജി പൊഴിയൂർ, വില്യം ജോൺ, ഷിബു ബഷീർ, രാധാകൃഷ്ണൻ നായർ, മണികണ്ഠൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈയിലെ ജനങ്ങളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് KMCC ബഹ്റൈൻ നടത്തുന്ന ധനസമാഹരണത്തിലേക്ക് ആദ്യ ഗഡു 10 ലക്ഷം രൂപ നൽകുമെന്ന് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവും വിവിധ മണ്ഡലം കമ്മിറ്റികളും സമാഹരിച്ച തുകയിൽ നിന്ന് ആദ്യ ഗഡുവായാണ് 10 ലക്ഷം രൂപ നൽകുന്നത്. KMCC ബഹ്റൈൻ ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര, ട്രഷറർ KP മുസ്തഫ, വൈസ് പ്രസിഡന്റ് റഫീഖ് തോട്ടക്കര, സെക്രട്ടറി ഫൈസൽ കോട്ടപ്പള്ളി എന്നിവരുടെ സാന്നിധ്യത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി PK ഇസഹാക്കാണ് തുക പ്രഖ്യാപിച്ചത്. ജില്ലാ ഭാരവാഹികളായ സുബൈർ പുളിയാവ്, നസീം പേരാമ്പ്ര, മുഹമ്മദ് ഷാഫി വേളം, മൊയ്തീൻ പേരാമ്പ്ര, തുമ്പോളി അബ്ദുറഹ്മാൻ, ലത്തീഫ് ഫരിക്കോളി, വിവിധ മണ്ഡലം ഭാരവാഹികളായ അഷ്കർ വടകര, സഹീർ പറമ്പത്ത്, റഫീഖ് പുലിക്കുൽ, അൻവർ വടകര, റാഫി പയ്യോളി, റിയാസ് മണിയൂർ എന്നിവർ സന്നിഹിതരായിരുന്നു.
ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വയനാട് ദുരന്തത്തിൽ അനുശോചന യോഗവും പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിച്ചു. സിഞ്ചിലെ ഫ്രണ്ട്സ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ദുരന്തത്തിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ട ഹംസ മേപ്പാടി സംസാരിച്ചു. KMCC ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം, OICC പ്രതിനിധികളായ റംഷാദ് അയലക്കാട്, സൽമാനുൽ ഫാരിസ്, സാമൂഹിക പ്രവർത്തകരായ അസിൽ അബ്ദുറഹ്മാൻ, മജീദ് തണൽ, IYCC പ്രതിനിധി ഫാസിൽ വട്ടോളി, പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ, Y ഇർഷാദ് എന്നിവർ സംസാരിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് AM ഷാനവാസ് വിശദീകരിച്ചു. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായമായി 3 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. സഹായ പദ്ധതിയെക്കുറിച്ച് ഫ്രണ്ട്സ് എക്സിക്യൂട്ടീവ് അംഗം A അഹമ്മദ് റഫീഖ് വിശദീകരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം C ഖാലിദ് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി അധ്യക്ഷത വഹിക്കുകയും ആക്ടിംഗ് പ്രസിഡന്റ് സമീർ ഹസൻ സമാപനം നിർവഹിക്കുകയും ചെയ്തു. ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ AC സർവീസിംഗ് വെറും 4 ദിനാറിനും സ്പ്ലിറ്റ് AC സർവീസിംഗ് വെറും 8 ദിനാറിനും കൂടാതെ എയർ കണ്ടീഷനിംഗ് സെയിൽസ്, AC സർവീസസ്, ഡക്ട് വർക്ക്, റെഫ്രിജറേഷൻ വർക്കുകൾ, ബിൽഡിംഗ് മെയിന്റനൻസ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹ്ബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3802-2660. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. പ്രമുഖ പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ട്രഷററുമായിരുന്ന കൻസുൽ ഉലമ ചിത്താരി ഹംസ ഉസ്താദ് അനുസ്മരണ സമ്മേളനം നാളെ വൈകിട്ട് 7-ന് മനാമ കന്നഡ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. അൽമഖർ ബഹ്റിൻ കമ്മിറ്റിയുടെയും ICF ബഹ്റിൻ നാഷണൽ ഘടകത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ സുഹൈൽ അസഖാഫ് മടക്കര മുഖ്യാതിഥിയാവും. ICF ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയുടെ ബഹ്റിൻ തല പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗ് ഉദ്ഘാടനം സുബൈർ കണ്ണൂർ നിർവഹിക്കും. ICF, KCF, RSC നേതാക്കളും മറ്റു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ബഹ്റിൻ പ്രവാസി മലയാളികൾക്കിടയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച കൈരളി മനാമ ബഹ്റിൻ കൂട്ടായ്മ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കൺവീനർ ലത്തീഫ് മരക്കാട്ടിൻ്റെ നിയന്ത്രണത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റായി അബ്ദുള്ള കോയയെയും സെക്രട്ടറിയായി പ്രകാശൻ മയിലിനെയും ട്രഷററായി ഷമീർ M കോയയെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി നസീർ NK, രാജേഷ് ഉക്രംപാടി, ജോയിന്റ് സെക്രട്ടറിമാരായി ശ്രീജേഷ് വടകര, നൌഷാദ് കണ്ണൂർ, കോർഡിനേറ്റർമാരായി റമീസ് കാളിക്കാവ്, നജീബ്, സുബൈർ, OV മീഡിയ കോർഡിനേറ്ററായി സുജേഷ് എണ്ണക്കാടിനെയും തിരഞ്ഞെടുത്തു. ഷമീർ സലീം, സുമേഷ് BTC, ബഷീർ TA, അക്ബർ ചെറോത്ത്, ഷുക്കൂർ, റഷീദ് N പാവണ്ടൂർ, വാജിബ് ഗുരുവായൂർ, അതുൽ കൃഷ്ണൻ, ഇബ്രാഹിം കോയഞ്ചേരി, സന്ദീപ് തൃശൂർ, രാജേഷ് പുഞ്ചവയൽ, മുസ്തഫ പുതുപ്പൊന്നാനി, ഫാറൂൺ കൊയിലാണ്ടി, ജാഫർ EC എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. കേരള കാത്തലിക് അസോസിയേഷൻ എല്ലാ വർഷവും നടത്തിവരുന്ന ഇന്ത്യൻ ടാലന്റ് സ്കാൻ രജിസ്ട്രേഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒക്ടോബർ അവസാന വാരം തുടങ്ങി ഡിസംബർ ആദ്യാഴ്ചയിൽ സമാപിക്കുന്ന കലാമത്സരങ്ങളിൽ 5 ഗ്രൂപ്പുകളിലായി 150 വ്യക്തിഗത ഇനങ്ങളും ഗ്രൂപ്പ് ഇനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 10 വ്യക്തിഗത ഇനങ്ങളിലും ഒപ്പം ഗ്രൂപ്പ് മത്സരങ്ങളിലും പങ്കെടുക്കാവുന്നതാണ്. 1, 2, 3 സ്ഥാനങ്ങൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കുമെന്നും അതോടൊപ്പം ഓരോ ഗ്രൂപ്പിനും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും KCA സ്പെഷ്യൽ അവാർഡും സമ്മാനിക്കും. കലാതിലകം, കലാപ്രതിഭ, നാട്യരത്ന, സംഗീതരത്ന, കലാരത്ന, സാഹിത്യരത്ന അവാർഡും നൽകും. കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളിനും ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുന്ന മ്യൂസിക് ഡാൻസ് മാസ്റ്റർമാർക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 39207951 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 38 വർഷമായി നാട്ടിൽ പോകാത്ത രമേശൻ നരമ്പ്രത്ത് ബഹ്റിൻ പ്രതിഭയുടെ സഹായത്തോടെ വീട്ടിലെത്തി. 1982 ബഹ്റിനിലെത്തിയ കണ്ണൂർ ജില്ലയിലെ മേലെ ചൊവ്വെ സ്വദേശി രമേശൻ നരമ്പ്രത്ത് 1986 ഒരു തവണ മാത്രം നാട്ടിൽ പോയിരുന്നു.
തിരിച്ചു വന്നതിന് ശേഷം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഇയാൾ തിരികെ പോകാതിരുന്നു. ഇക്കാലയളവ് മുഴുവൻ പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ അനധികൃതമായാണ് രമേശൻ ബഹറിനിലെ റിഫയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. സ്ക്രാപ്പ് കടയിലെ സഹായിയായി ജോലി ചെയ്ത ഇയാൾ കുറച്ചു കാലമായി ശാരീരിക അധ്വാനം വലിയ പ്രയാസമായി മാറിയപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്താൽ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. അവിവാഹിതനായ രമേശിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് പ്രതിഭ ഹെൽപ്പ് ലൈൻ സഹായവുമായി എത്തിയത്. നുബിൻ അൻസാരി, ജയേഷ്, ഷമീഖ്, ഷിജു പിണറായി, സുരേഷ് തുറയൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടന്നത്.